ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ഗാർഡൻ ടൂർ പോലെ ഞാൻ റിപ്പോർട്ട് ചെയ്തതും പുതുതായിട്ട് ബഡ് വന്ന കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയാറുണ്ട് ട്യൂബർ ആകുന്നു, പുതിയ ലീഫൊന്നും വരുന്നില്ല, പൂവൊന്നും ഇടണില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് നമ്മുടെ വാട്സപ്പിൽ പറയാറുണ്ട്. അതായത് ഡോർമൻസി പീരീഡാണ് കേട്ടോ. നമ്മുടെ താമരകൾ ഉറങ്ങുന്ന സമയം നമ്മൾ വീട്ടമ്മമാർ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂലേ, അതുപോലെ തന്നെ താമരകളൊക്കെ കുറേ നാൾ പൂവിട്ട ശേഷം അവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ വളരെയധികം ട്യൂബേഴ്സ്, ഏതൊരു വെറൈറ്റിയുടെയും ട്യൂബേഴ്സ് കിട്ടുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മന്ത് അവരുടെ സീസണാണ്. എല്ലാ താമരകളും ഉണർന്ന് പൂവിടുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ട്യൂബറൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങിച്ച് നടണം കേട്ടോ. അപ്പോൾ നവംബർ 14 മുതൽ ഫെബ്രുവരി 14, അതായത് പകുതിയോടുകൂടിയാണ് കേട്ടോ ഡോർമൻസി പീരീഡ്. ആ സമയം വരെ അവർ ചിലതിനൊക്കെ പൂവിട്ട് കാണുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ തോട്ടത്തിൽ ഏതൊക്കെ വെറൈറ്റീസാണ് മുട്ട് വന്നേക്കണം നമുക്ക് നോക്കിയത്. തമ്മൂന് റിപ്പോർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബഡാണ്. ഈ ഒരു ബഡ് മാത്രമേ തമ്മൂന് ഉള്ളു, ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് തമ്മൂൻ്റെ. ഇത് വൈറ്റ് മിറാക്കിളിൻ്റെ രണ്ടാമത്തെ ടബാണ് കേട്ടോ. അതിലും ബഡ് വന്ന് ഇപ്പുണ്ട് കണ്ടോ. നല്ല ഭംഗിയായിട്ട് റണ്ണറേ കിട്ടുകയുള്ളൂ ഇതിന്. റണ്ണർ മാറ്റി വെച്ചാലും ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി തന്നെ ബഡ് വരും. ഇതാ എൻ്റെ ലിയാങ്കിലേക്ക് ബഡ് വന്നിട്ട് 2 എണ്ണം വന്ന് ഇപ്പുണ്ട്. ചിലവർക്ക് പൂവിടണമെന്നില്ലെന്ന് പറഞ്ഞത് ചില ക്ലൈമറ്റിൻ്റെ ഇതായിരിക്കും കേട്ടോ. മൈക്രോ ബൗളാണ് ലിയാങ്കിൽ കേട്ടോ. നമ്മൂൻ്റെ ഫസ്റ്റ് ബഡ് കേട്ടോ. റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല, ഏതോ റണ്ണറൊക്കെ അഴുകിപ്പോയ അവസ്ഥയിലാണ് കേട്ടോ. ട്യൂബറൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്ത് നോക്കിയതാണ്, പക്ഷെ ഒരൊറ്റ റണ്ണർ പോലും കിട്ടിയില്ല. എനിക്ക് മാത്രമായിട്ട് ഒരേ ഒരു റണ്ണർ കിട്ടിയതാണ്. ഫസ്റ്റ് ബഡ് സ്റ്റാൻഡിങ് ലീഫോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൂൻ്റെ. പിന്നെ റെഡ് ഫീലിംഗ് ഉണ്ട്, അത് ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ. റെഡ് ഫീലിംഗ് നല്ല ഭംഗിയാണ് കാണാൻ. സഹസ്രാറിൻ്റെ ഒരു ഷോർട്ട് സ്റ്റേജ് കേട്ടോ. ഇത് 2ാമത്തെ ദിവസത്തെ ഫ്ലവറാണ്. രണ്ടാമത്തെ ബഡ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ അതിഥിയുടെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. അതിഥിയുടെ 2ാമത്തെ ബഡ് ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട് കണ്ടോ. ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. ഷോർട്ട്സ് ഇടായ ഫ്ലവർ ഉണ്ടാകുമ്പോൾ. പിറാക്കിളിൻ്റെ ബഡ് വന്നിട്ട് ഫസ്റ്റ് ബഡാണ് കേട്ടോ. പിറാക്കിളിൻ്റെ സെയിലിൻ്റെ കാര്യമൊക്കെ ഞാൻ സെയിൽ വീഡിയോ ഇട്ടേച്ചു. ഫ്ലോട്ടിംഗ് ലീഫോട് വന്നപ്പോൾ ഞാനൊരു NPക്ക് വെച്ച് കൊടുത്തുണ്ടോ. അത്ര വലിയ ഫ്ലോട്ടിംഗ് ലീഫൊന്നും അല്ല കണ്ടോ. ഫസ്റ്റ് ബഡ് വന്നിരുന്നേച്ചു കണ്ടോ. ലിൻസി വുഡ് വിരിഞ്ഞിപ്പുണ്ട് കേട്ടോ. നമുക്ക് ദിവസവും പൂവിട്ട് ഇലകളിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ തൈകൾ കിട്ടണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആമ്പല് നട്ടേക്കണോണ്ട് അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ അമേരിക്കാമേലിയ, മുകളിലുള്ള അമേരിക്കാമേലിയ നന്നായിട്ട് വീട്. എത്ര വെയിൽ കുറവായതുകൊണ്ട് ഒരെണ്ണം ഇട്ടിട്ട് അങ്ങനെ നിൽക്കണേ. ലീഫൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. മുകളിൽ 1-2 വെറൈറ്റിക്ക് ബഡ് വന്നിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുതിയ വെറൈറ്റിയാണ് ഇത്. S1 എന്ന ലോട്ടസാണ് കേട്ടോ. ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി ബഡ് വന്നതാ. 2ാമത്തെ ബഡ് ഇത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. 2ാമത്തെ ബഡ് അഭിലാഷിൻ്റെ പുതിയ വെറൈറ്റി. ഒരു റണ്ണറിന് 700 റുപ്പീസാണ് കേട്ടോ. ഒരു റണ്ണറിന് കണ്ടോ. പുതിയ വെറൈറ്റി ട്രോപ്പിക്കലിനൊക്കെ അല്പം വില കൂടുതലാണ്. നമുക്ക് റണ്ണേഴ്സേ കിട്ടിയത്. അഭിലാഷിൻ്റെ ഹൈബ്രിഡാണ് കേട്ടോ. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. ട്രോപ്പിക്കലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ മഞ്ഞുകാലത്തും പൂക്കൾ തരുന്നത് കണ്ടോ. വൈറ്റ് കളറാണ് കേട്ടോ. ഇത് നമ്മുടെ അമേരിക്കാമിലെ വളരെയധികം പൂക്കൾ ഇട്ടിട്ടത്. ഈ തണ്ടുകൾ കാണുമ്പോൾ അറിയാം നിറയെ പൂവിട്ട്. ഈ മുകളിൽ നല്ല വെയിലുള്ളത് കൊണ്ടാണ്. ഇതുണ്ടോ, ഇതൊക്കെ പൂവിട്ടതാണ് ഇവിടെയൊക്കെ കണ്ടോ. ലാസ്റ്റ് ഫ്ലവർ വന്ന് ഇനി ഇതും കൂടി കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം കണ്ടോ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേറൊരു ലീഫൊന്നും വരില്ല, ആകെ ഉണങ്ങിയ പോലെ ഇരിക്കും. അപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ട്യൂബറൊക്കെ അഴുകിപ്പോവും. അപ്പോൾ കൃത്യസമയം നോക്കി നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യണേ. ഇത് റെഡ് ഷാങ്കായുടെ ബഡാണ് കേട്ടോ. അത് കണ്ടോ. ആർക്കും ബഡ് വന്നില്ലെന്ന് പറയുന്നു. എനിക്ക് ബഡ് വന്നിട്ടുണ്ട് റെഡ് ഷാങ്കായ്. ഒരേ ഒരു റണ്ണർ ഉണ്ടായിരുന്നുള്ളൂ, അത് മാറ്റി നട്ടത്. മുകളിൽ നല്ല വെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ. അത് ഫസ്റ്റ് ബഡാണ്. 2 സ്റ്റാൻഡിങ് ലീഫ് കഴിഞ്ഞിട്ടാണ് എനിക്ക് 3ാമത്തെ സ്റ്റാൻഡിങ് ലീഫോട് ബഡ് വന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. സിംഗിൾ പെറ്റലാണ് കേട്ടോ റെഡ് ഷാങ്കായ്. ഇത് സെറ്റാബൊങ്കട്ടിൻ്റെ ഫ്ലവറാണ് കേട്ടോ. വളമൊന്നുമില്ല, കുറേ നാളായി റിപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇതും കൂടി കഴിയുമ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ ക്യാമിലൊക്കെ കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്യാമിലടക്കും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതാ ബഡ് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം വെറൈറ്റീസിനാണ് കേട്ടോ ബഡ് വന്നിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് മന്ത് എല്ലാവരുടെയും താമര പൂക്കുന്നതിന് ആരും വിഷമിക്കേണ്ട. ഇത് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്